Hi everyone, I'm Shamir. Welcome back. Learn English through reading newspaper. Reading newspapers will help you in your English learning journey. Reading newspapers really important for improving your English speaking skills. Please watch the video till the end. Definitely this video will help you to learn English. 3 ഫ്രം കർണാടക. കർണാടകയിൽ നിന്നുള്ള 3 പേർ. സ്വെപ്റ്റ് അവേ, ഒഴുകിപ്പോയി. സ്വീപ്പ് അവേ എന്നാൽ ഒഴുകിപ്പോകുക എന്നുള്ള അർത്ഥമാണ്. ഒഴുക്കിൽപ്പെട്ട് ഒഴുകിപ്പോകുക, അതിൻ്റെ പാസ്റ്റാണ് സ്വെപ്റ്റ് അവേ. സാധാരണയായിട്ട് പത്രങ്ങളുടെ തലക്കെട്ടുകളിൽ ഓക്സിലറി വെർബുകൾ നൽകാറില്ല. ഇവിടെ ഇത് ഇങ്ങനെ വായിക്കണം: 3 ഫ്രം കർണാടക വേർ സ്വെപ്റ്റ് അവേ. കർണാടകയിൽ നിന്നുള്ള 3 പേർ ഒഴുക്കിൽപ്പെട്ട് ഒലിച്ചുപോയി. അറ്റ് പയ്യാമ്പലം ബീച്ച്, പയ്യാമ്പലം ബീച്ചിൽ വെച്ചാണ് ഒലിച്ചുപോയത്. 2 വേർ റെസ്ക്യൂഡ്, ഇവിടെയും ഇത് ഇങ്ങനെ വായിക്കണം: 2 പേരെ രക്ഷപ്പെടുത്തി. 2 വേർ റെസ്ക്യൂഡ്, 2 പേരെ രക്ഷപ്പെടുത്തി. 1 മിസ്സിംഗ്, ഒരാളെ കാണാതായി. പയ്യാമ്പലം കടൽ തീരത്ത് കർണാടക സ്വദേശികളായിട്ടുള്ള 3 പേർ തിരമാലകളിൽപ്പെട്ട് ഒഴുകിപ്പോയി. 2 പേരെ രക്ഷപ്പെടുത്തി, ഒരാളെ കാണാതായി. ഇതാണ് തലക്കെട്ട്. തീർച്ചയായും ഈ വാർത്തയിൽ നിന്ന് നിങ്ങൾക്ക് പുതിയ വാക്കുകളോ പുതിയ പ്രയോഗങ്ങളോ പഠിക്കാനായിട്ട് സാധിച്ചേക്കും. കണ്ണൂർ, കേരള. 2 പീപ്പിൾ, 2 പേർ. ഫ്രം കർണാടക, കർണാടകയിൽ നിന്നുള്ള 2 പേർ. ഹു, ആ ആളുകൾ. ഹു വേർ പാർട്ട് ഓഫ് 2 ഡിഫറെൻറ്റ് ടൂറിസ്റ്റ് ഗ്രൂപ്പ്സ്, 2 വ്യത്യസ്തമായ വിനോദസഞ്ചാര സംഘങ്ങളിലെ അംഗങ്ങൾ. വേർ എന്നാൽ ആയിരുന്നു, ഹു വേർ എന്നാൽ അവർ ആയിരുന്നു. 2 വ്യത്യസ്ത വിനോദ സംഘങ്ങളിലെ അംഗങ്ങൾ ആയിരുന്നു. വേർ റെസ്ക്യൂഡ്, ആ ആളുകളെ രക്ഷപ്പെടുത്തി. ഫ്രം ദ സീ, കടലിൽ നിന്നും അവരെ രക്ഷപ്പെടുത്തി. അറ്റ് ദ പയ്യമ്പലം ബീച്ച്, പയ്യമ്പലം ബീച്ചിൽ നിന്നാണ് രക്ഷപ്പെടുത്തിയത്. ഹിയർ ഓൺ സാറ്റർഡേ, ശനിയാഴ്ച ദിവസമാണ് രക്ഷപ്പെടുത്തിയത്. ആഫ്റ്റർ, അതിനുശേഷം. ആഫ്റ്റർ ബീങ് സ്വെപ്റ്റ് അവേ ബൈ ദ വേവ്സ്, സ്വീപ്പ് അവേ എന്നതിൻ്റെ പാസ്റ്റാണ് സ്വെപ്റ്റ് അവേ. ഇവിടെ സ്വീപ്പ് അവേ എന്നതിനർത്ഥം ഒഴുക്കിക്കൊണ്ട് പോകുക എന്നുള്ള അർത്ഥമാണ്, ഒഴുക്കിൽപ്പെടുക. ഇവിടെ അർത്ഥം തിരമാലകളിൽപ്പെട്ട് ഒഴുകിപ്പോകുക എന്നുള്ള അർത്ഥമാണ്. ആഫ്റ്റർ ബീങ് സ്വെപ്റ്റ് അവേ, ഒഴുകിപ്പോയതിനെ തുടർന്ന്, ഒഴുകിപ്പോയതിന് ശേഷം. ആഫ്റ്റർ ബീങ് സ്വെപ്റ്റ് അവേ ബൈ ദ വേവ്സ്, വേവ്സ് എന്നാൽ തിരമാലകൾ, തിരമാലകളിൽപ്പെട്ട് ഒഴുകിപ്പോയി. വൈൽ സ്വിമ്മിങ്, വൈൽ എന്നാൽ അതിനിടയിൽ, വൈൽ സ്വിമ്മിങ് എന്നാൽ നീന്തുന്നതിനിടയിൽ. ഡിസ്ട്രിക്ട് ഒഫീഷ്യൽസ്, ഒഫീഷ്യൽസ് എന്നാൽ ഉദ്യോഗസ്ഥർ, ജില്ലാ ഉദ്യോഗസ്ഥർ പറഞ്ഞു. ശനിയാഴ്ച പയ്യാമ്പലം കടൽ തീരത്തിൽ നീന്തുന്നതിനിടെ തിരമാലകളിൽപ്പെട്ട് കടലിലേക്ക് ഒഴുകിപ്പോയ കർണാടക സ്വദേശികളായ 2 വിനോദസഞ്ചാരികളെ ജില്ലാ അധികൃതർ രക്ഷപ്പെടുത്തി. ഇവർ 2 വ്യത്യസ്ത ടൂറിസ്റ്റ് സംഘങ്ങളിലെ അംഗങ്ങളായിരുന്നു. ജില്ലാ അധികൃതർ അറിയിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. എ തേർഡ് പേഴ്സൺ, മൂന്നാമത്തെ വ്യക്തി. ഹു, ആ വ്യക്തി. ഹു വാസ് പാർട്ട് ഓഫ് 1 ഓഫ് ദ 2 ഗ്രൂപ്പ്സ്, 2 ഗ്രൂപ്പുകളിൽപ്പെട്ട ഒരു ഗ്രൂപ്പിലെ അംഗമായിരുന്നു മൂന്നാമത്തെ വ്യക്തി. ആൻഡ് വാസ് ഓൾസോ സ്വെപ്റ്റ് അവേ, ആ വ്യക്തിയും ഒഴുകിപ്പോയി. ഈസ് യെറ്റ് ടു ബി ഫൗണ്ട്, ആ വ്യക്തിയെ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. യെറ്റ് എന്നാൽ ഇതുവരെ ഇല്ല എന്നുള്ള അർത്ഥമാണ്. പരിപൂർണമാകാത്ത ഒരു കാര്യത്തെപ്പറ്റി പറയാനാണ് യെറ്റ് ഉപയോഗിക്കുക. ദി ഒഫീഷ്യൽസ്, ഉദ്യോഗസ്ഥർ പറഞ്ഞു, ഉദ്യോഗസ്ഥർ പറഞ്ഞ കാര്യമാണിത്. ഫിഷർമെൻ, മത്സ്യത്തൊഴിലാളികൾ, മീൻ പിടിക്കുന്ന ആളുകൾ. ആൻഡ് ലൈഫ് ഗാർഡ്സ്, മീൻ പിടിക്കുന്ന ആളുകളും ലൈഫ് ഗാർഡുകളും. ലൈഫ് ഗാർഡ്സ് എന്നാൽ ജീവൻ രക്ഷാപ്രവർത്തകർ. കടലിൽ മീൻ പിടിക്കുന്ന ആളുകളും ജീവൻ രക്ഷാപ്രവർത്തകരും. കണ്ടിന്യൂയിങ് ദ സെർച്ച്, അവർ തിരച്ചിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഫോർ ഹിം, അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള, ആ കാണാതായിട്ടുള്ള വ്യക്തിക്ക് വേണ്ടിയിട്ട് തിരച്ചിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അണ്ടർ ദ സൂപ്പർവിഷൻ, സൂപ്പർവിഷൻ എന്നാൽ അർത്ഥം മേൽനോട്ടം എന്നുള്ള അർത്ഥമാണ്. അണ്ടർ എന്നാൽ കീഴിൽ. അണ്ടർ ദ സൂപ്പർവിഷൻ ഓഫ് ദ അഴീക്കൽ കോസ്റ്റൽ പോലീസ് ആൻഡ് ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ്, അഴീക്കൽ കോസ്റ്റൽ പോലീസിൻ്റെയും മത്സ്യബന്ധന വകുപ്പിൻ്റെയും മേൽനോട്ടത്തിൽ മത്സ്യത്തൊഴിലാളികളും ലൈഫ് ഗാർഡുകളും അദ്ദേഹത്തിനായിട്ടുള്ള തിരച്ചിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വിത്ത് ഹെൽപ്പ് ഓഫ് ദി ഏഴിമല നേവൽ അക്കാഡമി ഓൾസോ ബീയിങ് സോട്ട്, സീക്ക് എന്നാൽ തേടുക എന്നുള്ള അർത്ഥമാണ്, അതിൻ്റെ പാസ്റ്റാണ് സോട്ട്, തേടി. ദേ സെഡ് എന്നാൽ അവർ അറിയിച്ചു. ഇതിനു വേണ്ടിയിട്ട്, ഈ തിരച്ചിലിന് വേണ്ടിയിട്ട് ഏഴിമല നേവൽ അക്കാദമിയുടെയും സഹായവും
ഏഴിമല നേവൽ അക്കാദമിയുടെ സഹായവും ഇതിനു വേണ്ടിയിട്ട് തേടുന്നുണ്ടെന്ന് അവർ അറിയിച്ചു. സ്റ്റേറ്റ് ടൂറിസം മിനിസ്റ്റർ VC വിഷ്ണുനാഥ്, സംസ്ഥാന ടൂറിസം വിനോദസഞ്ചാര വകുപ്പ് മന്ത്രിയായിട്ടുള്ള PC വിഷ്ണുനാഥ്, അദ്ദേഹം ഹു വാസ് പ്രസൻറ്റ് ഇൻ ദ ഡിസ്ട്രിക്റ്റ്. പ്രസൻറ്റ് എന്നാൽ ഉണ്ടായിരുന്നു എന്നുള്ള അർത്ഥമാണ്. അവിടെ ഹാജറുണ്ടായിരുന്ന, ഹു വാസ് പ്രസൻറ്റ്, അദ്ദേഹം അറിയിച്ചത്. എത്തിച്ചേർന്നു ദ ബീച്ച്, ബീച്ചിൽ എത്തിച്ചേർന്നു. ആൻഡ് അസസ് ദ റെസ്ക്യൂ ഓപ്പറേഷൻസ്. റെസ്ക്യൂ ഓപ്പറേഷൻസ് എന്നാൽ രക്ഷാദൗത്യം. അസസ് എന്നാൽ വിലയിരുത്തുക, പരിശോധിക്കുക, ഇതൊക്കെയാണ് അർത്ഥം. അസസ്ഡ് എന്നാൽ പരിശോധിച്ചു, വിലയിരുത്തി, ഇതൊക്കെയാണ് അർത്ഥം. ദേ സെഡ്, അവർ പറഞ്ഞു, ജില്ലാ ഉദ്യോഗസ്ഥർ പറഞ്ഞു. ജില്ലയിൽ ഉണ്ടായിരുന്ന സംസ്ഥാന ടൂറിസം മന്ത്രിയായിട്ടുള്ള PC വിഷ്ണുനാഥ് കടൽ തീരത്ത് എത്തി രക്ഷാപ്രവർത്തനങ്ങൾ വിലയിരുത്തിയതായിട്ട് ജില്ലാധികാരികൾ അറിയിച്ചു. ഹി ഓൾസോ സെഡ് ദാറ്റ്, അദ്ദേഹം ഇതുകൂടെ പറഞ്ഞു, മോർ ലൈഫ് ഗാർഡ്സ്, കൂടുതൽ ജീവൻ രക്ഷാപ്രവർത്തകർ, വിൽ ബി ഡിപ്ലോയിഡ്. ഡിപ്ലോയ് എന്നാൽ അർത്ഥം വിന്യസിക്കുക എന്നുള്ള അർത്ഥമാണ്. വിൽ ബി ഡിപ്ലോയിഡ് എന്നാൽ വിന്യസിക്കപ്പെടും. അദ്ദേഹം ഇതുകൂടെ പറഞ്ഞു, കൂടുതൽ ജീവൻ രക്ഷാപ്രവർത്തകരെ വിന്യസിക്കപ്പെടും ഓൺ ദ ബീച്ച്, ബീച്ചിൽ കൂടുതൽ ലൈഫ് ഗാർഡുകളെ വിന്യസിക്കും. ആൻഡ് വാർണിംഗ് ബോർഡ്സ്, മുന്നറിയിപ്പ് ബോർഡുകൾ, വിൽ ബി പുട്ട് അപ്പ് ദർ, അവിടെ മുന്നറിയിപ്പ് ബോർഡുകളും സ്ഥാപിക്കപ്പെടും. എ സ്റ്റേറ്റ്മെൻറ്റ് ബൈ ദ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ സെഡ്, അഡ്മിനിസ്ട്രേഷൻ എന്നാൽ ഭരണകൂടം. കടൽ തീരത്ത് കൂടുതൽ ജീവൻ രക്ഷാപ്രവർത്തകരെ നിയോഗിക്കുമെന്നും അവിടെ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ പ്രസ്താവന അറിയിച്ചത് ജില്ലാ ഭരണകൂടമാണ്. ദ ഫസ്റ്റ് ഇൻസിഡൻറ്റ്, ഇൻസിഡൻ്റ് എന്ന സംഭവം, ആദ്യത്തെ സംഭവം ഒക്കേർഡ്, സംഭവിച്ചത് അറ്റ് 9:15 AM, രാവിലെ 9:15 ആദ്യത്തെ സംഭവം സംഭവിച്ചത്. ഒക്കെ എന്നാൽ സംഭവിക്കുക എന്നുള്ള അർത്ഥം. ഒക്കേർഡ് എന്നാൽ സംഭവിച്ചത്. വെൻ, ആ സമയത്താണ് സംഭവിച്ചത്. വെൻ എൻ 8 മെമ്പേഴ്സ് ഗ്രൂപ്പ് ഓഫ് ടൂറിസ്റ്റ് ഫ്രം മൈസൂരു, മൈസൂരിൽ നിന്നുള്ള 8 അംഗ വിനോദസഞ്ചാര സംഘം എൻറ്റേർഡ് ദ സീ, അവർ കടലിൽ പ്രവേശിച്ചു. ആ സമയത്ത് ആൻഡ് വൺ ഓഫ് ദം, അവരിൽ ഒരാളായിട്ടുള്ള ചിരാന്ത് ശർമ്മ 24 വയസ്സുള്ള ഈ വ്യക്തി, ഗോഡ് സ്വെപ്റ്റ് അവേ, തിരമാലകളിൽപ്പെട്ട് അദ്ദേഹം ഒഴുകിപ്പോയി. എന്നാൽ ഹി വാസ് റെസ്ക്യൂഡ്, അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി ബൈ ദ ലൈഫ് ഗാർഡ്സ്, ജീവൻ രക്ഷാപ്രവർത്തകർ എന്നാൽ അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി. ദ സ്റ്റേറ്റ്മെൻറ്റ്സ്, പ്രസ്താവനയിൽ പറഞ്ഞു. ദ സെക്കൻഡ് ഇൻസിഡൻറ്റ്, രണ്ടാമത്തെ സംഭവം ഒക്കേർഡ്, സംഭവിച്ചത് അറൗണ്ട്, ഏകദേശം 1:30 PM, ഏകദേശം ഉച്ചക്ക് 1:30 സമയത്താണ് രണ്ടാമത്തെ സംഭവം സംഭവിച്ചത്. വെൻ എന്നാൽ ആ സമയത്താണ് സംഭവിച്ചത്. എ സെക്കൻഡ് ഗ്രൂപ്പ് ഓഫ് ടൂറിസ്റ്റ്സ്, രണ്ടാമത്തെ സംഘമായിട്ടുള്ള ടൂറിസ്റ്റുകൾ, കംപ്രൈസിങ് 4 മെമ്പേഴ്സ് ഫ്രം റൂറൽ ബാംഗ്ലൂരു. കംപ്രൈസിങ് എന്നാൽ ഉൾക്കൊള്ളുന്ന എന്നുള്ള അർത്ഥമാണ്. കംപ്രൈസിങ് 4 മെമ്പേഴ്സ്, 4 അംഗങ്ങൾ ഉൾപ്പെടുന്ന, ഫ്രം റൂറൽ ബാംഗ്ലൂരു, ഗ്രാമീണ ബാംഗ്ലൂരുവിൽ നിന്നുള്ള 4 അംഗങ്ങൾ ഉൾപ്പെടുന്ന സംഘം, വെൻറ്റ് ഇൻ ടു ദ സീ, കടലിലേക്ക് പോയി, ഫോർ സ്വിമ്മിങ്, നീന്താൻ വേണ്ടിയിട്ട് അവർ കടലിലേക്ക് പോയി. ആൻഡ് 2 ഓഫ് ദം, അവരിൽ 2 പേർ, ഗോഡ് സ്വെപ്റ്റ് അവേ, അവരിൽ 2 പേർ ഒഴുകിപ്പോയി, ഗോഡ് സ്വെപ്റ്റ് അവേ, ഒഴുകിപ്പോയി. ഇറ്റ് സെഡ്, ആ പ്രസ്താവനയിൽ പറഞ്ഞ കാര്യമാണിത്. രണ്ടാമത്തെ സംഭവം ഉച്ചയ്ക്ക് ഏകദേശം 1:30 സമയത്താണ് നടന്നത്. ഗ്രാമീണ ബാംഗ്ലൂരുവിൽ നിന്നുള്ള 4 അംഗങ്ങളടങ്ങിയ രണ്ടാമത്തെ വിനോദസഞ്ചാര സംഘം നീന്താൻ വേണ്ടിയിട്ട് കടലിൽ ഇറങ്ങിയപ്പോൾ അവരിൽ 2 പേർ തിരമാലകളിൽപ്പെട്ട് ഒഴുകിപ്പോയി. ഓഫ് ദ 2, ആ 2 പേരിൽ മനോജ് വാസ് റെസ്ക്യൂഡ്, മനോജ് രക്ഷപ്പെട്ടു, മനോജിനെ രക്ഷപ്പെടുത്തി. ആൻഡ് ഈസ് അണ്ടർഗോയിങ് ട്രീറ്റ്മെൻറ്റ്, അദ്ദേഹം ചികിത്സയിലാണ്. വൈൽ, അതേസമയം ദ സെർച്ച് കണ്ടിന്യൂസ്, തിരച്ചിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഫോർ സന്തോഷ് കുമാർ 20 വയസ്സുള്ള സന്തോഷ് കുമാറിന് വേണ്ടിയിട്ട് അതേസമയം തിരച്ചിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ആഡഡ്, ആ പ്രസ്താവനയിൽ പറഞ്ഞു, പ്രസ്താവനയിൽ കൂട്ടിച്ചേർത്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണിത്. ബോത്ത് ഗ്രൂപ്പ്സ്, 2 ഗ്രൂപ്പുകളും അറിയിച്ചത് എത്തിച്ചേർന്നു ദ ബീച്ച്, ബീച്ചിൽ
എത്തിച്ചേർന്നു ആഫ്റ്റർ വിസിറ്റിംഗ് സന്ദർശിച്ചതിന് ശേഷം ദ കൊട്ടിയൂർ ടെമ്പിൾ ടെമ്പിൾ എന്ന ക്ഷേത്രം. ആഫ്റ്റർ വിസിറ്റിംഗ് ദ കൊട്ടിയൂർ ടെമ്പിൾ കൊട്ടിയൂർ ക്ഷേത്രം സന്ദർശിച്ച ശേഷം. ദ സ്റ്റേറ്റ്മെൻറ്റ് സെഡ് പ്രസ്താവനയിൽ പറയുന്ന കാര്യമാണിത്. അവരിൽ 2 പേരിൽ ഒരാളായിട്ടുള്ള മനോജിനെ രക്ഷപ്പെടുത്തി. അദ്ദേഹം ചികിത്സയിലാണ്. അതേസമയം 20 വയസ്സ് പ്രായമുള്ള സന്തോഷ് കുമാർ എന്ന വ്യക്തിക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ 2 സംഘങ്ങളും കൊട്ടിയൂർ ക്ഷേത്രം സന്ദർശിച്ച ശേഷം കടൽ തീരത്ത് എത്തിയതാണെന്നും പ്രസ്താവനയിൽ പറയുന്നു.